കേരള ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി കേരളത്തിന് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം. പിന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഗ്യാരണ്ടിയും വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സാധിക്കണം. അതിന് പറ്റിയ നല്ലൊരു ഗവൺമെൻറ് ഉണ്ടാകട്ടെ, നല്ല മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ, നല്ല മന്ത്രിമാരുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായം പറയാനോ മന്ത്രിമാരെക്കുറിച്ച് അഭിപ്രായം പറയാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ കേൾക്കുന്ന പേരുകളെല്ലാം എനിക്കിഷ്ടമുള്ള ആൾക്കാരാണ്. കേൾക്കുന്ന പേരുകളെല്ലാം എനിക്കിഷ്ടമുള്ള പേരാണ്. ഞാൻ അതിൽ ആരെയെങ്കിലും പ്രത്യേകമായി നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 3 പേരും ഇഷ്ടമുള്ള ആൾക്കാരാണ്. കേൾക്കുന്ന 3 പേരാണ്. 3 പേരും ഇഷ്ടക്കാരാണ്. 3 പേരും കഴിവുള്ളവരാണ്, യോഗ്യരാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരാളിലേക്ക് വിരൽ ചൂണ്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ, നല്ല മന്ത്രിമാരുണ്ടാകട്ടെ. കേരളത്തിലെ പരിതാപകരമായ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് കയറി പോപ്പുലിസ്റ്റ് നടപടിക്ക് പോകാതെ സാമ്പത്തികമായ തകർച്ചയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള മാർഗം ആദ്യം ആലോചിക്കേണ്ടത് എൻ്റെ അഭിപ്രായം. ഇപ്പം കേൾക്കുന്ന 3 പേരുടെ പേരാണ്. ഇനി പേര് വരുന്ന അപ്പം പറയാം. ഈ കേൾക്കുന്ന 3 പേരും എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരാണ്, യോഗ്യരാണ്. അതുകൊണ്ട് ഞാൻ അവരിൽ ആരെയും പ്രത്യേകമായി പരിഗണന നൽകി നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര കൊല്ലമായി പത്രപ്രവർത്തനം തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി? കോൺഗ്രസിന് മുഖ്യമന്ത്രി ഈ ഗവൺമെൻറ് ഉണ്ടായത് മഹാത്മാഗാന്ധി ജീവിത ദിവസത്തിലാണ്. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 35 36 അന്ന് മുതൽ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പോൾ തർക്കമുണ്ട്. ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയൊക്കെ തർക്കമുണ്ട്. ഗാന്ധിയും നെഹ്റുവും പട്ടേലും കോൺഗ്രസ് ജീവിച്ച കാലത്ത് പോലും മുഖ്യമന്ത്രിയാകാൻ ഒന്നിലേറെ ആൾക്കാരുണ്ടാകും, തർക്കമുണ്ടാകും. പക്ഷേ ആ തർക്കങ്ങളെല്ലാം ഒരപശബ്ദവുമില്ലാതെ പരിഹരിക്കാൻ ഗാന്ധിയുടെ കാലത്ത്, പട്ടേലിൻ്റെ കാലത്ത്, നെഹ്റുവിൻ്റെ കാലത്ത് കഴിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യം ഇപ്പോഴും തുടരും. ഞാൻ പറഞ്ഞില്ലേ, ഗാന്ധിജിയുടെ കാലം മുതൽ, സർദാർ പട്ടേലിൻ്റെ കാലം മുതൽ, നെഹ്റുവിൻ്റെ കാലം മുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച്, മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പല പേരും വരാറുണ്ട്. പക്ഷെ എല്ലാം കേട്ടതിന് ശേഷം അന്ന് പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനം പറയും, എല്ലാവരും അനുസരിക്കും. അത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഏർപ്പാട്, അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ കാണുന്നതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു സുന്ദരമായ വശങ്ങളാണ്. ജനാധിപത്യത്തിൻ്റെ നിശബ്ദമല്ലല്ലോ. ഓരോരുത്തർക്കും ആഗ്രഹം പറയാമല്ലേ, ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട് പറയാൻ പറ്റില്ല, പറയട്ടെ. ഞാൻ ഒന്നിനെയും നിരോധിക്കാൻ അനുകൂലക്കാരനല്ല. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നവരെ ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ തെറ്റാണെന്ന് പറയത്തില്ല.